നമ്മളങ്ങനെ കത്തിയെടുത്ത് ബീച്ചിലേക്ക് കുനുകുനാന്നിരിഞ്ഞ് ഫുൾ അകത്താക്കി നേരെ $74 കൊടുത്ത് പുറത്തിറങ്ങി നോക്കുമ്പോൾ 100 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിയ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലടിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പിറ്റത്തെ ദിവസം ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് ഇവിടുത്തെ കാടുകളും മലനിരകളും എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളങ്ങ് ഇറങ്ങി. നമ്മുടെ സ്ഥലത്തിനെ കുറിച്ച് ഒറ്റവാക്ക് പറഞ്ഞാൽ നല്ല മലകളും നദികളും നല്ല പച്ചപ്പും ചേർന്ന അതിമനോഹരമായ ഒരു സ്ഥലം. നമ്മൾ നടന്ന് അങ്ങനെ കാട്ടിനുള്ളിൽ എത്തിപ്പെട്ട് നമ്മൾ കാട്ടിലേക്കുള്ള വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതല്ലെങ്കിലും ഫുള്ളും മരങ്ങളും ഇല്ലികളും നിറഞ്ഞതായിരുന്നു. നമ്മൾ ഓരോ മരങ്ങളും വെട്ടിച്ചും തെട്ടിച്ചും അങ്ങനെ ഉള്ളിലേക്ക് നടന്നു നീങ്ങി. അങ്ങനെ നടന്ന് ഒരു തടാകത്തിന്റെ അടുത്ത് എത്തിപ്പെട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മളെ യാത്ര തുടർന്ന് പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളെ യാത്ര പുരോഗമിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ ഓരോ കിലോമീറ്റർ നടന്ന് നീങ്ങുമ്പോൾ നമ്മൾ നദീന്റെ ഓരോ ആംഗിളിൽ നിന്നും ഓരോരോ കാഴ്ചകൾ നമ്മളെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം നടന്ന് നമ്മളൊരു കിടക്കാച്ചി സ്പോട്ടിൽ എത്തിപ്പെട്ടു. നമ്മൾ അവിടുന്ന് കുറച്ച് കാഴ്ചകളും കണ്ട് നമ്മൾ എക്സ്പ്ലോറിംഗ് അവിടെ വെച്ച് നിർത്തി നേരെ അടുത്തുള്ള കടയിലേക്ക് നീങ്ങി എന്തെങ്കിലും ഞണ്ണാൻ. നമ്മൾ അവിടുന്ന് ഒരു ഫ്രൈഡ് ചിക്കൻ തന്നെ ഓർഡർ ചെയ്ത്. ഫ്രൈഡ് ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കരിച്ച് പൊരിച്ച് വടിയോലേക്ക് ഒരു ഫ്രൈഡ് ചിക്കൻ. ആ ക്ഷീണം മാറ്റാൻ നമ്മളൊരു ബന്നും കഴിച്ചു.